Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ 7th പാർട്ടാണ്. ഓൾറെഡി നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെയും എസ്റ്റിമേഷന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ കമ്പൈൻഡ് footing, if shear stress exceeds 5 kg per centimeter square, the nominal stirrups provided are a 6-legged ആണോ, 8-legged ആണോ, 10-legged ആണോ, 12-legged ആണോ? ഓക്കെ, ടൗ വി വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടൗ വിയുടെ വാല്യൂ ഇൻ കേസ് 5 kg per centimeter സ്ക്വയറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 12-legged ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് ഇതിനെക്കാട്ടിലും കുറവാണെങ്കിൽ, ടൗവിയുടെ വാല്യൂ 5 kg per centimeter സ്ക്വയറിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 8-legged ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഷിയർ സ്ട്രെസ് എക്സീഡ്സ് 5 kg per centimeter സ്ക്വയർ ആണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The minimum headroom over a staircase must be 200 cm ആണോ, 205 cm ആണോ, 210 cm ആണോ, 220 cm ആണോ? ഓക്കെ, ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്റ്റെയർകേസിന്റെ ജനറൽ വ്യൂ ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ മിനിമം ഹെഡ് ആണ്. ഓക്കെ, ഇത് ജനറലി നമ്മുടെ കോഡൽ വാല്യൂല് പറഞ്ഞേക്കുന്നത് 200 cm ആണ്. ഓക്കെ, 200 cm ആണ് പറഞ്ഞേക്കുന്നത്. So A ആണ് നമ്മുടെ correct answer. Okay, next question. The lintels are preferred to arches because എന്തുകൊണ്ടാണ് നമ്മൾ ലിന്റലിനെ പ്രിഫർ ചെയ്യുന്നത് than arches? Arches require more headroom to span the opening like doors, windows, etc. അതുകൊണ്ടാണോ? Or arches require strong abutment to withstand arch threat അതുകൊണ്ടാണോ? Or arches are difficult in construction അതുകൊണ്ടാണോ? സോ ഓൾ ദ അബവ് ആണ് കറക്റ്റ്. സോ അത് ഇതിലെ എല്ലാ ഓപ്ഷനും കറക്റ്റ്. ഇതിൽ ഹെഡ് റൂം കൂടുതൽ വേണം, ഇതിൽ സ്ട്രോങ് അബട്ട്മെന്റിൽ നമ്മുടെ സ്ട്രോങ് അബട്ട്മെന്റ് സ്ട്രോങ് ആയിരിക്കണം, അതേപോലെ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, സോ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്രിക്ക് ചിമ്നി ഈസ് സ്റ്റേബിൾ ഇഫ് ദ റിസൾട്ടന്റ് ത്രസ്റ്റ് ലൈസ് വിത്തിൻ ദ മിഡിൽ തേർഡ് ആണോ, ഹാഫ് ആണോ, either of the above ആണോ, none of the above? ഓക്കെ, ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ പ്ലെയിൻ വ്യൂ ആണ് ഞാൻ പ്ലാൻ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ബ്രിക്ക് ചിമ്നിയുടെ. ഓക്കെ, സോ റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് വരയ്ക്കാം. റെക്ടാങ്കിൾ സ്ക്വയർ. ഓക്കെ, ഓക്കെ, ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ b/3 വാല്യൂ ആണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എസെൻട്രിസിറ്റി ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ അകത്താണെങ്കിൽ നമ്മുടെ ഈ റിസൾട്ടന്റ് വാല്യൂ ഇൻ കേസ് ഇവിടെയാണല്ലോ, ഇവിടെ വരെ നമ്മുടെ റിസൾട്ടന്റ് വാല്യൂ ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, റിസൾട്ടന്റ് വാല്യൂ ഇവിടെ വരെ ലൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു റേഞ്ചിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഇഷ്യൂ വരത്തില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ d/3 അല്ലെങ്കിൽ മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, b/3. സോ b/3 ഈ ഒരു ഡയമെൻഷൻ b/3 ആണ്. അതേപോലെ എസെൻട്രിസിറ്റിയുടെ വാല്യൂ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ b/3/2 അതായത് b/6 വന്നേനെ. ഓക്കെ, എസെൻട്രിസിറ്റി വാല്യൂ ചോദിക്കുമ്പോൾ b/6 ആണ്. അതേപോലെ നമ്മൾ ഏത് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര വരെ നമുക്ക് റിസൾട്ടന്റ് ലൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ റീജിയൻ എന്ന് പറഞ്ഞാൽ b/3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ തേർഡ് ആണ്. ഓക്കെ, ദ ബ്രിക്ക് ചിമ്നി ഈസ് സ്റ്റേബിൾ ഇഫ് ദ റിസൾട്ടന്റ് ത്രസ്റ്റ് ലൈസ് വിത്തിൻ ദ മിഡിൽ തേർഡ്. സോ മിഡിൽ തേർഡ് ആണ്. സോ ഇതാണ് മിഡിൽ തേർഡ്. ഈ റീജിയൻ ആണ് മിഡിൽ തേർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cantilever retaining wall should be used for heights more than 4 meter ആണോ, 6 meter ആണോ, 8 meter ആണോ, 10 meter ആണോ? സോ ഇതിൽ നമ്മുടെ കാറ്റഗറി ഉണ്ട്. ഗ്രാവിറ്റി വാളിന്റെ റേഞ്ച് എത്രയാണ്? ഗ്രാവിറ്റി വാളിന്റെ റേഞ്ച് ലൈ ചെയ്യുന്നത് അപ് ടു 3 meter ആണ്. 3 meter വരെ പോകും. അതേപോലെ നമ്മുടെ കാന്റിലിവർ വാളിന്റെ റേഞ്ച് എത്രയാണ്? 6 to 7 വരെ, അപ് ടു 7 വരെ പോകും, 7 meter വരെ. അതേപോലെ കോണ്ടർ ഫോർട്ട് ആണെങ്കിൽ നമ്മുടെ പോകുന്നത് അതേപോലെ 6 to 7 റേഞ്ച് വരെ പോകും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാന്റിലിവർ റിട്ടൈനിങ് വാൾ ഷുഡ് നോട്ട്
be used. നമ്മൾ cantilever retaining wall യൂസ് ചെയ്യത്തില്ല ഏത് റേഞ്ച് ആണെങ്കിൽ. സോ 8-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ യൂസ് ചെയ്യത്തില്ല. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഈ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ പറയേണ്ടത്. സോ ഓക്കെ, 8-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ cantilever retaining wall യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The base width of retaining wall of height h is generally taken as എന്താണ് ബി എത്രയാണ് എടുക്കുന്നത്? 0.8 h ആണോ, ഓർ 0.95 h ആണോ, 0.6 h ആണോ, 0.3 h ആണോ? സോ ഇതിന്റെ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഡയഗ്രാം ഇത്ര നല്ലോണം വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് ട്രൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടോ, ഇത് ഹീൽ, സൈഡ് ടോ, ഹീൽ. സോ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 0.1 h ആണ്. സോ ഇത് h ആണ്. ഓക്കെ, നമ്മുടെ വാല്യൂ ഈ ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മേളിലോട്ട് കാണിക്കാം. ഈ ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാല്യൂ എത്രയാണ്? ബി. ബി റേഞ്ച് ചെയ്യുന്നത് 0.4 to 0.6 h ആണ്. ഓക്കെ, 0.4 to 0.6 h. ഒന്നെങ്കിൽ 0.4 h ആയിരിക്കും, അല്ലെങ്കിൽ 0.6 h ആയിരിക്കും ബിന്റെ വാല്യൂ. അതേപോലെ ഈ ഹൈറ്റ് റേഞ്ച് ചെയ്യുന്നത് 0.1 h ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ ടോയിന്റെ പ്രൊജക്ഷൻ, ഈ പ്രൊജക്ഷൻ റേഞ്ച് ചെയ്യുന്നത് എത്രയായിരിക്കും? 0.25 h. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദ ബേസ് വിഡ്ത്ത്, ഓക്കെ സോറി, ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് the base width of retaining wall of height h is generally taken as. So height h എത്രയാണ് എടുക്കുന്നത്? 0.8 h ആണോ, 0.95 ആണോ, 0.6 h ആണോ, 0.3 ആണോ? സോ ആൻസർ എന്ന് പറയുമ്പോൾ 0.6 h ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ആ റേഞ്ചിലാണ് വരുന്നത്. സോ ആ ആൻസറിനാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്, 0.6 h. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ counterfort type retaining wall, the vertical slab is designed as continuous slab ആണോ, or heel slab is designed as continuous slab ആണോ, the vertical slab is designed as cantilever ആണോ, the heel slab is designed as cantilever ആണോ? A ഫസ്റ്റ് ഓപ്ഷൻ A and B ആണോ കറക്റ്റ് ഓപ്ഷൻ, അതോ B, A and D ആണോ, B and C ആണോ, C and D ആണോ കറക്റ്റ് ഓപ്ഷൻ? സോ ഇതിലാണ് നമ്മുടെ ആക്ച്വലി വാൾ എന്ന് പറയുന്നത്. സോ ഇതാണ് വെർട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ സെക്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ വെർട്ടിക്കൽ സ്ലാബ് ഇസ് ഡിസൈൻഡ് ആസ് കണ്ടിന്യൂസ് സ്ലാബ്. ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനെ നമ്മൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനത്തെ അതാണ് കിട്ടുന്നത്? ഇങ്ങനത്തെ ഏകദേശം ഇങ്ങനത്തെ ഒരു കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. സോ ഇത് കണ്ടിന്യൂസ് സ്ലാബ് ആണ്. ഓക്കെ, സോ വെർട്ടിക്കൽ സ്ലാബ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് സ്ലാബ് ബേസിലാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ടോ ഡിസൈൻ ചെയ്യുന്നത് കാന്റിലിവർ ബേസിലായിരിക്കും. ഓക്കെ, ടോ ഡിസൈൻ ചെയ്യുന്നത് കാന്റിലിവർ ബേസിലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഹീൽ എന്ന് പറയുന്നത്, ഹീൽ ഡിസൈൻ ചെയ്യുന്നത് പ്രോപ്ഡ് കാന്റിലിവർ ആയിരിക്കും. ഓക്കെ, ടോ ഡിസൈൻ ചെയ്യുന്നത് കാന്റിലിവറിലായിരിക്കും, ഹീൽ ഡിസൈൻ ചെയ്യുന്നത് പ്രോപ്ഡ് കാന്റിലിവറിലായിരിക്കും. ഓക്കെ, പ്രോപ്ഡ് കാന്റിലിവർ ചെയ്യുമ്പോൾ അതും സിമിലർ ആണ്. ഇതിന്റെ പോലെ പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഡയഗ്രാം വരും. ഓക്കെ, ഇങ്ങനത്തെ ഡയഗ്രാം ആണ് വരുന്നത്. ഓക്കെ, അതും കണ്ടിന്യൂസ് സ്ലാബിന്റെ ഇക്വലന്റ് ആണ്. ഓക്കെ, സോ രണ്ട് ഓപ്ഷനും കണ്ടിന്യൂസ് സ്ലാബിന്റെ ഇക്വലന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കൽ സ്ലാബ് ഈസ് ഡിസൈൻഡ് ആസ് കണ്ടിന്യൂസ് സ്ലാബ്. ഓക്കെ, നമ്മൾ കണ്ടു, അത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? കണ്ടിന്യൂസ് സ്ലാബ് ആയിട്ടാണ്. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. അതേപോലെ ഹീൽ സ്ലാബ് ഈസ് ഡിസൈൻഡ് ആസ് കണ്ടിന്യൂസ് സ്ലാബ്. സോ ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. ഓക്കെ,
മോർ പ്രിസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്ഡ് കാന്റിലിവർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ സ്ലാബ് ഇസ് ഡിസൈൻഡ് ആസ് കാന്റിലിവർ, സോ ഇത് അല്ല. ഓക്കെ, അതേപോലെ ഹീൽ സ്ലാബ് ഇസ് ഡിസൈൻഡ് ആസ് കാന്റിലിവർ അല്ല, പ്രോപ്ഡ് കാന്റിലിവർ ആണ്, പക്ഷെ അതല്ല. അപ്പൊ ഇത് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കണ്ടിന്യൂസ് സ്ലാബ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the storied height is equal to length of RCC wall, the percentage increase in strength is 0% ആണോ, 10% ആണോ, 20 ആണോ, 30% ആണോ? ഓക്കെ, നമ്മുടെ ഒരു ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എടുക്കാം. നമ്മുടെ ഒരു വാളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ ഒരു റൂമിന്റെ ഹൈറ്റ് നമുക്ക് 3.5 എന്ന് എടുക്കാം. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3.5 ആണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 3.5 ആണ്, 3.5 ഹൈറ്റ്. ഓക്കെ, അതേപോലെ ഈ റേഞ്ചിനെ നമ്മൾ എൽ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, എൽ. ഓക്കെ, ഇതാണ് ചോദിച്ചേക്കുന്നത്, ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഇഫ് ദ സ്റ്റോറി ഹൈറ്റ് is equal to length of the RCC wall, so height ന്റെ equivalent അല്ലെങ്കിൽ length is equal to height ആകുമ്പോൾ the increase in strength value എത്രയാണ്? ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഓക്കെ, length is equal to height ആകുമ്പോൾ increase in strength value എന്ന് പറയുമ്പോൾ 10 to 12% ആണ്. ഓക്കെ, increase in strength value എന്ന് പറയുമ്പോൾ 10 to 12% ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? 10%. 10 ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ബി നെ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In construction, why are the lintel preferred to arches? So എന്തുകൊണ്ടാണ് നമ്മൾ ലിന്റലിനെ പ്രിഫർ ചെയ്യുന്നത് than arches? Arches will not last long, അതുകൊണ്ടാണ്. Or arches require more headroom to span the opening like doors, windows, etc. അതുകൊണ്ടാണ്. Or arches require strong abutment to withstand arch thread, അതുകൊണ്ടാണ്. Only A, only B, only C, only B and സി. ഓക്കെ, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം, ആർച്ചസ് വിൽ നോട്ട് ലാസ്റ്റ് ലോങ്. സോ ഇത് ഓപ്ഷൻ തെറ്റാണ്. ബിക്കോസ് ഇപ്പോഴും നമ്മുടെ ഓൾഡ് സ്ട്രക്ചർ, ഓൾഡ് മോണ്യുമെന്റ്സ് ഒക്കെ ഇപ്പോഴും ആർച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്, അത് ഇതുവരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. സോ ഒബ്വിയസ്ലി ബാക്കി രണ്ട് ഓപ്ഷൻ ശരിയായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഹെഡ് റൂം വേണം, അത് നമ്മൾ ഓൾറെഡി നോക്കിയത്. അതേപോലെ അപ്പാർട്ട്മെന്റ് നമ്മുടെ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cantilever retaining wall can safely be used for a height not more than 3 meter ആണോ, 4 meter ആണോ, 5 meter ആണോ, 6 meter ആണോ? സോ ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. Cantilever wall can safely be used up to height not more than. സോ ഏത് നോട്ടാണ്, ഏതിന് നോട്ട് മോർ ദാൻ ആണ്? ഗ്രാവിറ്റിയുടെ നമ്മൾ എങ്ങനെയായിരുന്നു കൺസിഡർ ചെയ്തത്? 3 meter ആയിരുന്നു. അതേപോലെ കാന്റിലിവർ ആണെങ്കിൽ 6 to 7 meter ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ കോണ്ടൂർ ഫോർട്ട് എന്ന് പറയുമ്പോൾ അപ് ടു 7 ആയിരുന്നു. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 6 to 7 റേഞ്ചിലാണ്. സോ നോട്ട് മോർ ദാൻ 6. ഓക്കെ, ഈ ഓപ്ഷനിൽ 6 ആണ്. ഓക്കെ, 6 ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഹാവ് പ്രഷർ wholly compressed under the base of the retaining wall if the width be the resultant of the weight of the wall and the pressure exerted by the retained should have the eccentricity not more than b/3 ആണോ, b/4 ആണോ, b/5 ആണോ, b/6 ആണോ? സോ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലാൻ വ്യൂ. ഓക്കെ, സോ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ എസെൻട്രിസിറ്റി ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് b/3 റൂൾ വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഓൾറെഡി നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, നമ്മുടെ എസെൻട്രിസിറ്റി ലൈ ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? ഇതിന്റെ സെന്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ എസെൻട്രിസിറ്റി വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എസെൻട്രിസിറ്റി. അപ്പോൾ വാല്യൂ എത്രയായിരിക്കും? ഇത് b/3 ആണെങ്കിൽ, സോറി, സോ ഇത് നമ്മൾ b/3 ആണെങ്കിൽ ഇതാണ് നമ്മുടെ b/3. മിഡിൽ ത്രെഡ് റൂൾ ഓൾറെഡി നോക്കിയതായിരുന്നു അല്ലെ. നമ്മുടെ b/3 ആണെങ്കിൽ ഈ സെന്റർ സെക്ഷൻ എത്രയായിരിക്കും? b/6 ആയിരിക്കും അല്ലെ, b/6 ആയിരിക്കും. സോ ഈ ഒരു എസെൻട്രിസിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് മോർ ദാൻ b/6. സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length of the wall on either side of a if the length of the wall on either side of a lintel opening is at least half of its effective span L and the load W carried by the lintel is equivalent to the width of the brick
work contained in an equilateral triangle producing a maximum bending moment. ഏത് maximum bending moment വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, WL/2 ആണോ, WL/4 ആണോ, WL/6 ആണോ, WL/8 ആണോ? ഓക്കെ, ഇതാണ് ആൻസർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലിന്റലിന്റെ മേളിലുള്ള ഒരു പ്രൊജക്ഷൻ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ലിന്റലിന്റെ മേളിലുള്ള ഒരു പ്രൊജക്ഷൻ ഏരിയ. ഓക്കെ, സോ നമുക്കിത് ലിന്റലായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഒരു മേളിലുള്ള പ്രൊജക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ, ഇതിന്റെ മേളിലാണ് ബ്രിക്ക് ലൈ ചെയ്യുന്നത്. ഓക്കെ, ബ്രിക്ക് ലൈ ചെയ്യുന്നത് ഇതിന്റെ മേളിലാണ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയായിരിക്കും. ഓക്കെ, ഇത്രയായിരിക്കും നമ്മൾ എടുക്കുന്ന ഏരിയ. സോ നമുക്ക് ഈ ഒരു സെക്ഷന്റെ ആവശ്യം ഇപ്പം ഇല്ല, നമുക്ക് ഇത്രയും വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലിന്റലിന്റെ സെക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്രിക്ക്. സോ ഇത്ര ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല. ബട്ട് നമ്മൾ സ്ലോലി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ റിയാക്ഷൻ ഡെവലപ്പ് ആവുന്നത്. ഇവിടെയാണ് നമ്മുടെ റിയാക്ഷൻ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇതാണ് സെന്റർ സെക്ഷൻ. സെന്റർ സെക്ഷൻ. ഓക്കെ, ഇവിടെ ടോട്ടൽ W ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, അല്ലെ? സോ ആൻസർ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. If the length of the wall on either side of the lintel opening is at least half of the effective span. Okay, അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L/2 ആണ്. Okay, L/2 ആണ് ഈ ലെങ്ത്. Okay, half of the span and load W is carried on the lintel. So load W ആണ് carry ആവുന്നത് ലിന്റലിൽ. Okay, load W is carried in the lintel is equivalent to the width. So അതിന്റെ width എന്ന് പറയുന്നത് is equivalent to ബ്രിക്കിന്റെ എത്ര width ആണോ അതിന്റെ equivalent ആണ്, contained in the equilateral triangle. So equilateral triangle ആണ് ഇവിടെ വരച്ചേക്കുന്നത്. Okay, producing the maximum bending moment. ഇനി maximum bending moment ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, so maximum bending moment എവിടെ ആയിരിക്കും? മിഡിൽ ആയിരിക്കും obviously. Okay, so ഈ ഒരു ഹാഫ് ബേസ് നമ്മുടെ ഹാഫ് എടുക്കുവാണെങ്കിൽ ഇതിന്റെ എത്ര ആയിരിക്കും? W/2 ആയിരിക്കും, അല്ലെ? അതേപോലെ നമ്മുടെ ഈ റിയാക്ഷൻ എ, ഇത് റിയാക്ഷൻ ബി ആയിരിക്കും. നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ മിഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മിഡിലിൽ നമുക്ക് M വെച്ച് നെയിം ചെയ്യാം. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് M ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ജനറൽ ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്കറിയാം RA പ്ലസ് RB, RA പ്ലസ് RB ഈക്വൽ ടു W, RB W, അതായത് ഈ W ലോഡ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഈക്വലന്റ് നമ്മൾ ലോഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? RA ഈസ് ഈക്വൽ ടു RB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബേസിക്കലി is നമുക്ക് രണ്ടായിട്ട് ഈക്വലി ഡിവൈഡ് ആവും. രണ്ട് സെക്ഷനിലും റിയാക്ഷൻ ഈക്വലി ഡിവൈഡ് ആവും. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. RA ഈക്വൽ ടു RB is equal to W/2. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഇനി എന്താണ് എടുക്കേണ്ടത്? മിഡിലാണ്, ബെൻഡിങ് മൊമെന്റ് മിഡിലാണ് എടുക്കേണ്ടത്. ഓക്കെ, മിഡിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ബെൻഡിങ് മൊമെന്റ് മിഡിൽ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ആണ് എടുക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് എടുക്കുകയാണ്, മാക്സിമം അറ്റ് മിഡിൽ ആണ്. ഓക്കെ, സോ അതെങ്ങനെയാണ്? ഡയഗ്രാം നോക്കി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ തന്നെ ചെയ്യാം, സൈഡിൽ തന്നെ. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മിഡിൽ സെക്ഷനിൽ എത്രയായിരിക്കും? RA into L/2 അല്ലെ? അപ്പോൾ മിഡിൽ സെക്ഷൻ RA into L/2. അതേപോലെ അത് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് എടുത്തു. സോ നമുക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതേപോലെ മൈനസ് WL/2 ഹാഫ് ലോഡ് എങ്ങനെയാണ് ആക്ട് ആവുന്നത്? W/2 into എത്രയാണ്? L/2. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/2 ആണ്. ഓക്കെ, L/2 ആണ്, L/2 ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ലെങ്തും കണ്ടുപിടിക്കണം. അപ്പൊ അത് എത്രയാണ്? L/3, 1/3. ഓക്കെ,
എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇതിനെ റിയാക്ഷൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. WR എന്ന് പറഞ്ഞാൽ എത്രയാണ്? W/2 ഓക്കെ ഇൻറ്റു L/2 മൈനസ് L/2 ആണ് W/2 ഇൻറ്റു L/6. ഓക്കെ, അപ്പോൾ WL/4 മൈനസ് WL/12. ഓക്കെ, സോ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? WL/6 കിട്ടും. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് WL/6 കിട്ടും. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ WL/6 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സി ആണ്, ഓൺലി സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If W is the weight of the retaining wall, W weight of the retaining wall ആണെങ്കിൽ weight of the retaining wall ഇവിടെ കോമ കൊടുക്കാം. Retaining wall, P is the horizontal earth pressure. P horizontal earth pressure ആണെങ്കിൽ the factor of safety against sliding എത്രയാണ്? 1 ആണോ, 1.25 ആണോ, 1.5 ആണോ, 2 ആണോ? സോ ഇത് വളരെ കോമൺ ആണ്. 1.5 ആണ് ഇതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ. ഹൈഡ്രോളിക് സ്ട്രക്ചറിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് സ്ലൈഡിംഗ് എത്രയാണെന്ന് റെഗുലർലി ചോദിക്കാറുണ്ട്. അത് 1.5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The design of retaining wall assumes that the retained earth is dry, is free from moisture, is not cohesive. All the options are correct. So obviously A, D ആണ് correct option. Dry ആയിരിക്കണം and free from moisture ആയിരിക്കണം and should not be cohesive ആയിരിക്കണം. Okay. Next question. The load on a lintel is assumed as uniformly distributed if the height of the masonry about it is up to the height of the effective span ആണോ, 1.25 the effective span ആണോ, 1.5 times effective span ആണോ, 2 times ആണോ? സോ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇത് കോഡൽ വാല്യൂ ആണ്. ഡയറക്റ്റ് ആൻസർ ആണ്. It is 1.25 the effective span. The load on the lintel is assumed to be uniformly distributed if the height of the masonry above it is up to the height of 1.5 the effective span. Effective span 1.5 times ആയിരിക്കണം. ഓക്കെ, കോഡൽ വാല്യൂ ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ the loss of pre-stress due to the shrinkage of concrete is the product of എന്താണ്? Modular ratio and percentage of steel ആണോ, or modulus of elasticity of concrete and shrinkage of concrete ആണോ, or modulus of elasticity of steel and shrinkage of concrete ആണോ, or modulus ratio and modulus of elasticity of steel ആണോ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. നമുക്ക് യങ്സ് മോഡുലസ് ബേസിൽ എടുക്കാം. യങ്സ് മോഡുലസ്, സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എത്രയാണ്? സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ബൈ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ, ബേസിക് ആയിട്ടാണ് അല്ലെ. ഓക്കെ, അതേപോലെ സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ്? സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഇൻടു യങ്സ് മോഡുലസ് ഇൻ സ്റ്റീൽ അല്ലെ. അപ്പോൾ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അപ്പോൾ ഈക്വൽ ടു EC എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ താഴെ എന്ത് വരും? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്ന് വരും. അപ്പോൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇൻടു യങ്സ് മോഡുലസ് ഇൻ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ മാച്ച് ആവുന്നത്? സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ശ്രിങ്കേജ് ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അതായത് ES ആൻഡ് എത്രയാണ്? ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ശ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ്. ഓക്കെ, വളരെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. The loss of pre-stress due to shrinkage of the concrete is a product of ES into strain in concrete. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? C ആണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ആൻഡ് ശ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the conventional pre-stressing, the diagonal tension in concrete, the conventional pre-stressing എന്താണ്? diagonal tension എന്താണ്? increase ആണോ, decreases ആണോ, or does not change ആണോ, or
മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണോ? കൺവെൻഷണൽ പ്രീ സ്ട്രെസ്സിങ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? പ്രീ സ്ട്രെസ്സിങ് നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. പ്രീ സ്ട്രെസ്സിങ് നമ്മൾ ചെയ്യുന്നത് ടെൻഷൻ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഇൻ കൺവെൻഷണൽ പ്രീ സ്ട്രെസ്സിങ്ങിൽ ഡയഗണൽ ടെൻഷൻ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഉണ്ടാവാൻ പാടില്ല. സോ അത് കുറയ്ക്കണം. സോ അതാണ് അതിന്റെ ആൻസർ. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. കൺവെൻഷണൽ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റ് ഡയഗണൽ ടെൻഷൻ ഇൻ കോൺക്രീറ്റ് ഡിക്രീസസ്. ഓക്കെ, സോ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ നമ്മൾ ജനറലി എന്താണ് പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ നമ്മൾ ഒരിക്കലും ടെൻഷനെ അഡോപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ടെൻഷൻ ഇല്ലാത്തൊരു എലിമെന്റ് ആയിരിക്കും നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The purpose of reinforcement in pre-stressed concrete is to provide adequate bond strength ആണോ, or to resist tensile stress ആണോ, to impart initial compressive stress in concrete ആണോ? All the options are correct ആണ്. So already നമ്മൾ ഡി ഓപ്ഷൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യും ഇതിന്റെ. ഓക്കെ, ബിക്കോസ് നമ്മൾ ഹാബിറ്റുവേറ്റഡ് ആണ് ഡി ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ. പക്ഷേ ഈ നല്ലോണം ഓപ്ഷൻ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ അറിയാം. ടു പ്രൊവൈഡ് അഡ്വക്കേറ്റ് ബോണ്ട് സ്ട്രെസ്. സോ ബോണ്ട് സ്ട്രെസ് എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്? ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിലാണ് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നത്, അല്ലെ? ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിലാണ് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. പർപ്പസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ പ്രീ സ്ട്രെസ്, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്താണ് പ്രീ സ്ട്രെസ്സിൽ കൊടുക്കുന്നത്? ബോണ്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യാനല്ല, ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടു റെസിസ്റ്റ് ദ ടെൻസൈൽ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, കുറയ്ക്കാനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, റെസിസ്റ്റ് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീ സ്ട്രെസ് നമ്മൾ ഓൾറെഡി നോക്കിയത് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരിക്കലും ടെൻഷൻ നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. ഓക്കെ, അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആവശ്യമില്ല. അതിന് ടെൻഷന്റെ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ ടെൻഷൻ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല. അപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനല്ല. ഓക്കെ, ഇതും അല്ല, ഓപ്ഷൻ അല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ടു ഇമ്പാർട്ട് ഇനീഷ്യൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അതെന്താണ്? നമ്മുടെ ഇൻപാർട്ട് ഇനീഷ്യൽ സ്ട്രെസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ബാർസ് ഇടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ആദ്യം ടെൻഷനിങ് ചെയ്യും. ടെൻഷനിങ് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത്? ടെൻഷനിങ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത്? ഇതിന്റെ ടെൻഷൻ നേരെ ഈ കോൺക്രീറ്റിലാണ് ഡൈവേർട്ട് ആവുന്നത്. അത് എങ്ങനെയാണ് ആക്ട് ആവുന്നത്? കോൺക്രീറ്റിൽ ഒരു കംപ്രസീവ് ഫോഴ്സ് പോലെയാണ് നമ്മുടെ സ്റ്റീല് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ ടെൻസൈൽ ഫോഴ്സിനെ കംപ്രസീവ് ഫോഴ്സ് പോലെയാണ് കോൺക്രീറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ടു ഇമ്പാർട്ട് ഇനീഷ്യൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അത് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യും? നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്ത ടെൻഷനിങ് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്ത ഒരു ടെൻസൈൽ ഫോഴ്സിനെ നേരെ നമ്മുടെ കോൺക്രീറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതെന്താണ് ഇമ്പാർട്ട് ചെയ്യുന്നത്? ടു ഇമ്പാർട്ട് ഇനീഷ്യൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. സോ കംപ്രസീവ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യും കോൺക്രീറ്റിൽ. സോ ആൻസർ എന്ന് പറയുമ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. സോ ഡിയോ അല്ല, ബിയോ അല്ല, എയോ അല്ല. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രീ സ്ട്രെസ് സെക്ഷനിൽ നമ്മുടെ ബാർസിനെ നമ്മൾ ടെൻഷനിങ് ചെയ്യുമ്പോൾ ടെൻഷനിങ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ സ്ട്രെസ് ഡെവലപ്പ് ആകുമ്പോൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കോൺക്രീറ്റിലായിരിക്കും. അത് കംപ്രസീവ് ഫോഴ്സ് ആയിട്ടാണ് ഡെവലപ്പ് ആവുന്നത്. സോ അതാണ് ആൻസർ. ടു ഇമ്പാർട്ട് ഇനീഷ്യൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The compression in pre-stress concrete is done by compression എങ്ങനെയാണ് ചെയ്യുന്നത്? is done by dash of high strength tendon. So എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നോക്കിയത്? കംപ്രഷൻ ആണോ, ഓർ ടെൻഷനിങ് ആണോ, ഓർ ഷിയറിംഗ് ആണോ, ബെൻഡിങ് ആണോ? സോ ഒബ്വിയസ്ലി ടെൻഷനിങ് ആണ്. നമ്മൾ ടെൻഷനിങ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രീ-സ്ട്രെസ് കോൺക്രീറ്റ് നമ്മൾ ടെൻഷനിങ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. In a pre-stressed concrete, the tensioning system may be classified into 3 ആണോ, 2 ആണോ, 5 ആണോ, 4 ആണോ? Precast and pre-in situ. Okay, precast and cast in situ. Okay, so 2 ആണ് correct option. Next question. PSC stands for എന്താണ്? PSC stands for വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റ് സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണോ, പോസ്റ്റ് സ്ട്രെയിൻഡ് കോൺക്രീറ്റ് ആണോ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണോ, പ്രീ സ്ട്രെയിൻഡ് കോൺക്രീറ്റ് ആണോ? PSC stands for പബ്ലിക് സർവീസ് കമ്മീഷൻ. അതേപോലെ PSC stands for പ്രീ സ്ട്രെസ്ഡ് concrete. Okay, next question. Which of the below structure doesn't require pre-stressed concrete? ഏത് സ്ട്രക്ചർ ആണ് pre-stressed concrete ആവശ്യമില്ലാത്തത്? ബ്രിഡ്ജ് ആണോ, ഡാം ആണോ, ഓർ ആർച്ച് ആണോ, സിലോസ് ആണോ? ഏത് സ്ട്രക്ചറിനാണ് ആവശ്യമില്ലാത്തത്? ആർച്ചസിനാണ് നമ്മുടെ ആവശ്യമില്ലാത്തത്. ഓക്കെ, ആർച്ചിന് നമ്മുടെ pre-stressed concrete ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ആർച്ചസ് എന്ന് പറയുമ്പോൾ അതിൽ കംപ്രസീവ് ഫോഴ്സ്, അതിൽ അബട്ട്മെന്റിന് കംപ്രസീവ് ഫോഴ്സ് ആണ് ഡൈവേർട്ട് ആവുന്നത്. സോ അതിൽ ഒരിക്കലും നമ്മൾ pre-stressed structure
സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതേപോലെ നമ്മൾ ബ്രിഡ്ജസിലും ഡാംസിലും നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടിട്ടുള്ളത്? അതിന്റെ ഡിസൈനിങ് ലൈറ്റ് ആയിട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഇങ്ങനത്തെ ഒരു കാന്റിലിവർ പ്രൊജക്ഷൻ. ഓക്കെ, കാന്റിലിവർ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ കാന്റിലിവർ പ്രൊജക്ഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? സോ രണ്ടിൽ നമ്മൾ കാന്റിലിവർ പ്രൊജക്ഷൻ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്ലാബ് യൂസ് ചെയ്യാറുണ്ട്. കാന്റിലിവർ പ്രൊജക്ഷനിൽ എന്താണ് ആവുന്നത്? ടെൻഷൻ ഡെവലപ്പ് ആവും. ഓക്കെ, ടെൻഷൻ ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ടെൻഷൻ ഡെവലപ്പ് ആകുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യണം. റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യും. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യാറുണ്ട് ഡാംസിലും ബ്രിഡ്ജസിലും അതേപോലെ സിലോസിലും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ആർച്ചസിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസന്റ് റിക്വയർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. നമ്മൾ RCCയുടെയും എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. സോ നമ്മുടെ BMC കഴിഞ്ഞു, RCC കഴിഞ്ഞു, എസ്റ്റിമേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം, പ്രീ വാല്യൂസ്. ഓക്കെ, അതുവരെയും പ്ലീസ് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.